കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ബിജെപി എംപിമാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ വിട്ടുനിന്നത് വിവാദമാകുന്നു. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ്, ജഗദാംബിക പാൽ, ശന്തനു ഠാക്കൂർ എന്നിവരാണ് വിട്ടുനിന്നത്. സംഭവത്തിൽ വിശദീകരണം തേടാൻ ഒരുങ്ങുകയാണ് പാർട്ടി. മനു ഭരത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. മനു, ബിജെപി നേതാക്കൾ എല്ലാവരും ഉണ്ടാകണം, എംപിമാരെല്ലാവരും ഉണ്ടാകണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്താണ് ഇതിൽ ഇപ്പോൾ വിവാദം വന്നിരിക്കുന്ന വിവരങ്ങൾ? അശ്വതി, ഈ ബില്ല് വളരെ നിർണായകമാണെന്നും ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ എല്ലാവരും നിർബന്ധിതമായി ഹാജർ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട ബി നേരത്തെ തന്നെ ആളുകളെ ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ വിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ബി ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ 20-ലധികം എംപിമാർക്ക് ഈ ചടങ്ങുമായി അല്ലെങ്കിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് അവിടെ ഹാജരാകാൻ കഴിഞ്ഞില്ല എന്നതാണ് അതിലെ ഏറ്റവും നിർണായകമായ കാര്യം. നമുക്കറിയാം 293 വോട്ടെങ്കിലും ബി.ജെ.പിക്ക് കിട്ടേണ്ടതായിരുന്നു, NDA സർക്കാരിന് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഈ അത്രയും വോട്ട് കിട്ടാത്തൊരു പശ്ചാത്തലത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു പരിശോധന നടന്നത്. നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഹാജരായിട്ടില്ല എന്നത് ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുന്നു. ഇതിൻ്റെ കാര്യം എന്ത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. മറ്റ് ചില എംപിമാർ അവരുടെ വ്യക്തിപരമായ കാരണങ്ങൾ സൂചിപ്പിച്ച് അല്ലെങ്കിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾ മുൻനിർത്തി പോവുകയാണ്, വരാൻ കഴിയില്ല എന്ന് പാർട്ടിയെ അറിയിച്ചിരുന്നു. എന്നാൽ അത് അറിയിക്കാതെ ആളുകൾ വിട്ടുന്നതിൻ്റെ കാരണം എന്ത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാണ് ബി.ജെ.പി നിലപാട്. ഇത് പാർട്ടിക്കകത്ത് അവരുടെ വിശദീകരണം തേടണം എന്ന് പറയുന്നു. അതേസമയം കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ഭഗീരഥ് ചൗധരിയും ജയ്പൂരിൽ ഉണ്ടായിരുന്നു. അവിടെ ഈ ജയ്പൂരിൽ അവിടെ നരേന്ദ്രമോദിയും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അവരവിടെ സർക്കാരിൻ്റെ 1 വർഷം പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നതുകൊണ്ട് അവർക്ക് ഹാജരാകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചില ആളുകൾ വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഹാജരായില്ല. പക്ഷേ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ്, ജഗദംബിക പാൽ, ശാന്തനു ഠാക്കൂർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടി വരും. ബില്ലുകൾ വിജയകരമായി അവതരിപ്പിച്ചെങ്കിൽ ട്രഷറി ബെഞ്ചുകളിൽ എംപിമാരുടെ അസാന്നിധ്യം ബി.ജെ.പിക്കകത്ത് വലിയ ചർച്ചാ വിഷയമാകുകയാണ്. പിന്തുണ കുറയാനുള്ള കാരണം എന്ത് എന്ന് എല്ലാവരും ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന കാര്യം ശക്തമാകുന്നു. മാത്രമല്ല, ഈ ആളുകൾ വിട്ടുനിന്നത് നേതൃത്വത്തെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. മുൻകൂട്ടി വിപ്പ് പുറപ്പെടുവിച്ചെങ്കിലും അത് പാലിക്കാൻ ആളുകൾ തയ്യാറാകാത്ത സാഹചര്യമെന്ത് എന്ന് വിശദീകരിക്കണം എന്നാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മനു, ഇന്നത്തെ നടപടികളിലേക്ക് വരുമ്പോൾ ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ടല്ലോ അല്ലെ? ബില്ല് പരിശോധിക്കുന്നതിനായുള്ള സംയുക്ത സമിതിയെ രൂപീകരിക്കുന്ന നടപടികൾക്ക് തുടക്കമാകുമെന്ന് അറിയുന്നു. ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ? കഴിഞ്ഞ ദിവസം വന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ചില വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ബി.ജെ.പി ഏകാധിപത്യ നിലപാടിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർ പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അമിത്ഷാ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയത്, അതിലൊന്ന് അംബേദ്കറെ സംബന്ധിക്കുന്നതാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ കക്ഷികൾ ഇന്നലെ രാത്രി തന്നെ അതുമായി രംഗത്ത് വന്നിരുന്നു. അമിത്ഷാ പറഞ്ഞത് കോൺഗ്രസ് എല്ലാ ഘട്ടത്തിലും അംബേദ്കർ എന്നിങ്ങനെ പറയുന്നു. ഇത്രയും തവണ അംബേദ്കറുടെ പേര് പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ അവർക്ക് സ്വർഗം കിട്ടും എന്നത്. പക്ഷേ അംബേദ്കറെ അവർ ഉൾക്കൊള്ളുന്നില്ല എന്നൊരു ആക്ഷേപം അദ്ദേഹം മുന്നോട്ട് വെച്ചു. പക്ഷേ ഇത് അംബേദ്കറിനെ അധിക്ഷേപിക്കുന്ന രീതിയിലായിപ്പോയി എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ കോൺഗ്രസ് ഉയർത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ ഈ വിഷയം കൂടുതൽ ശക്തമായി ഉന്നയിച്ചേക്കാം. ഒപ്പം തന്നെ ഈ ഏകീകൃത സിവിൽ കോഡ് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കണം എന്ന ഒരു നിലപാട് കൂടി കോൺഗ്രസ് രൂക്ഷ വിമർശനത്തിന് ഇടയാക്കും. കാരണം കഴിഞ്ഞ ദിവസം അമിത്ഷാ ഇത് വ്യക്തമാക്കി, എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കാൻ പോകുന്നു എന്ന്. സ്വാഭാവികമായും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ പ്രതിഷേധവുമായി അതിനെതിരെ രംഗത്ത് വരുമെന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്.